ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതാ ഞങ്ങൾ വായിക്കാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ മുന്നിൽ ഇപ്പൊ ഇരുത്തിയത്. സ്തോത്രം. ചൊവ്വായിട്ട് നടന്നോണം. നീ ഒരു ദൈവ പൈതല. നിന്നെ കാണുന്നവര് പറയണം പെന്തിക്കോസുകാരനാ, പെന്തിക്കോസുകാരിയാ, ക്രിസ്ത്യാനിയാ, വേറെ പുസ്തകം അനുസരിക്കുന്ന ആൾക്കാരാ. അവിടെ ഞാൻ ആ ഭാഗം നിങ്ങൾ ചോദിക്കുക, ദൈവമേ ഇത് ഇപ്പം ഈ പുള്ളിയുടെ ഉന്നം എന്നാന്നുള്ളതാ. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ മനപ്രയാസപ്പെടണ്ട, നമ്മൾ എടുത്ത ഭാഗത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ ശപിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, അവരുമായിട്ട് യോജിക്കരുത്. അതായത് വിപരീതോപദേശം പറ, ദുരുപദേശക്കാരാ. ഒന്ന് ഇടുക, തള്ളി ഇടുക, ഉരുട്ടിക്കൊണ്ട് നടക്കുക, ഛർദ്ദിപ്പിക്കുക, അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. വണ്ടി നമ്പർ പറയുക, വണ്ടി നമ്പർ പറഞ്ഞാൽ എന്നെ ആത്മീയ ഉണർവാ. കേൾപോർ 43-34 എന്തോ ഉണർവുണ്ടാകാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. 5 പെണ്ണുങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞു. അത് നിങ്ങളവിടെ എന്തോ ഉണർവുണ്ടാ. സ്വന്തം ഭർത്താവ് 1000 വിട്ടും വിളിച്ചു മോളി അനുസരിച്ചിട്ടില്ല, എന്നിട്ടില്ല. എങ്ങാണ്ട് ഇവിടെ ഉപദേശിച്ച് ഇവിടെ ഒരു മോളി ഉണ്ട്. അപ്പോ നിനക്ക് വട്ടല്ല. പിന്നെ എടാ, സ്വന്തം മാപ്പിള വിളിച്ചിട്ട് വിളി എന്നുമില്ല, പോയുമില്ല, അനുസരിച്ചുമില്ല. എങ്ങാണ്ട് ഇവിടെ നോൻ വിളിച്ചപ്പോ അടാ ഞാൻ എന്നെ താടിക്കായി കൊടുത്തിരിക്കുന്നത്, സങ്കടപ്പെടുന്നത്. സുവിശേഷത്തിന് സത്യമുണ്ട്, സുവിശേഷത്തിന് നിർമ്മലതയുണ്ട്. വേറൊരു സുവിശേഷത്തിന് നീ വഴിപ്പെട്ടു പോകരുത്. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ഒരുവൻ. അത് മാത്രമാണ് നമ്മുടെ സുവിശേഷം. അതെ, ആ ഭാഗം പഠിക്കുക. 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ സുവിശേഷമൊക്കെ കേട്ട് ഈ കൃപയിൽ വന്ന നിങ്ങൾ ചൊവ്വായിട്ട് നടക്കണം. നടന്നില്ലേ പരിപാടി വിജയിക്കത്തില്ല. അതാ ഞാൻ വിവരിക്കുന്നില്ല. 2 ചൊവ്വായിട്ട് നിങ്ങൾ നടക്കണം. 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ആത്മാവിൽ ആരംഭിച്ചിട്ടിപ്പം ജഡത്തില. 3:3 വായിച്ചേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്. ജഡം കൊണ്ടാണോ ഇപ്പോൾ സമാപിക്കുന്നത്? ആത്മാവിലാണ് നിങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ഇന്നാള് ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം കടമെടുക്കുക. നമ്മൾ ആത്മരക്ഷയില തുടങ്ങിയത്, ഇപ്പം വന്ന് ദേഹരക്ഷയില നിൽക്കുന്നത്. ആത്മരക്ഷ തുടങ്ങിയതാ. അന്ന് മുട്ടയിലിരിക്കുമായിരുന്നു, ഇപ്പൊ അതൊന്നും ഒക്കത്തില്ല, ദേഹരക്ഷയാ. പക്ഷെ അത് തിരുമിച്ചേച്ചിരിക്കുക. അതുകൊണ്ട്